ഡീപ്പസ്റ്റ് സീക്രട്ട് ഭാരത് എന്ന മലയാളം ചാനലിലൂടെ എന്നോട് ഒത്ത് സഞ്ചരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ശ്രീയം. എപ്പിസോഡ് 6. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനുള്ളിൽ. എൻ്റെ സഹപാഠികളിൽ ഒരാളായിരുന്നു ശ്രീനിവാസ റാവു. ഞങ്ങൾ പരസ്പരം അങ്ങേയറ്റത്തെ സൗഹൃദം പുലർത്തിയിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന് കാരണക്കാരൻ റാവുവായിരുന്നു. ഞങ്ങളുടെ സ്കൂളിലേക്ക് പോകാൻ 2 വഴികളുണ്ടായിരുന്നു. മെയിൻ റോഡിൽ കൂടി പോകുകയാണെങ്കിൽ ദൂരം കുറവായിരിക്കും. എന്നാൽ മെയിൻ റോഡിൽ വല്ലാത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. സ്കൂളിൽ പോകാൻ വേറെ ഒരു ഇടറോഡ് ഉണ്ട്. നല്ല കാറ്റ് കിട്ടുന്ന ഇടറോഡിൽ കൂടി പോകുകയാണെങ്കിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യണം. എന്നാൽ ട്രാഫിക്കിൻ്റെ ശല്യമില്ലായിരുന്നു. ദൂരം കൂടുതലാണെങ്കിലും ഞാനും സുഹൃത്തുക്കളും പൊതുവെ ശാന്തമായ ഇടറോഡിൽ കൂടി സ്കൂളിൽ പോകാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ഞങ്ങൾ സാവധാനം നടക്കും. വഴിയിൽ കാണുന്ന മാവിൽ കല്ലെറിഞ്ഞു മാങ്ങ വീഴ്ത്തും. ജീവിതത്തിൻ്റെ പുതിയ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ പലതും ഉൾക്കൊണ്ടു. ഈ റോഡിലൂടെ പോകുമ്പോൾ ചെറിയ ഒരു കയറ്റമുണ്ട്. കയറ്റം കയറിയിട്ട് വലത്തോട്ട് തിരിയുമ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാണാം. ചെറിയ കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഓടുമേഞ്ഞ കേരള മാതൃകയിലാണ്. ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു വലിയ കുളമുണ്ട്. കുളത്തിന് ചുറ്റും 4 ഭാഗത്തും പരുക്കൻ കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച പടികളുണ്ട്. അതിനാൽ 4 ഭാഗത്തു കൂടിയും കുളത്തിലേക്ക് ഇറങ്ങാൻ കഴിയും. ഭക്തജനങ്ങൾ അമ്പലക്കുളത്തിൽ കുളിച്ചിരുന്നു. ഉത്സവ നാളുകളിൽ ദേവനെ കുളിപ്പിക്കുന്നതും ഈ കുളത്തിലാണ്. കുളത്തിൽ നിന്ന് കുറച്ചകലെ ഓടുമേഞ്ഞ ചെറിയ ഒരു വീടുണ്ട്. അവിടെയാണ് പൂജാരി സകുടുംബം താമസിച്ചിരുന്നത്. ശ്രീനിവാസൻ പൂജാരിയുടെ മകനാണ്. പ്രസ്തുത വീട്ടിൽ ശ്രീനിവാസനും അയാളുടെ സുന്ദരിയായ സഹോദരിയും അയാളുടെ അച്ഛനമ്മമാരും താമസിച്ചിരുന്നു. പുരോഹിതനായ റാവു കർണാടകത്തിൽ നിന്നുമുള്ള തുളു ബ്രാഹ്മണനായിരുന്നു. തുളു എന്ന ദേശഭാഷയ്ക്ക് സ്വന്തമായ ലിപിയില്ല. സാധാരണയായി കന്നഡ ലിപിയിലാണ് എഴുതാറുള്ളത്. കേരളത്തിലുള്ളവർ തുളു ബ്രാഹ്മണരെ പോറ്റിമാർ എന്നാണ് വിളിക്കാറുള്ളത്. അവർ നല്ലവണ്ണം ഭക്ഷണം പാചകം ചെയ്യുന്നവരാണ്. പോറ്റി ഹോട്ടൽ എന്ന വാക്ക് വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ പര്യായമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞാനും ശ്രീനിവാസനും സ്കൂളിൽ നിന്ന് നടന്ന് ക്ഷീണിച്ചു വരികയായിരുന്നു. ശ്രീനിവാസൻ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് മയിലുകളെ കാണിച്ചു തരാം. വേലി കെട്ടിയ വെളുപ്പിനുള്ളിൽ മയിലുകളെ പാർപ്പിച്ചിരുന്നു. ഞാൻ ശ്രീനിവാസനോടൊപ്പം അകത്തേക്ക് കയറി. മനോഹരമായ പൂന്തോട്ടവും പച്ച നിറമുള്ള ജലത്തോടു കൂടിയ കുളവും എന്നെ അത്ഭുതപ്പെടുത്തി. ശ്രീനിവാസൻ പറഞ്ഞിരുന്നതുപോലെ മിന്നി മിന്നി തിളങ്ങുന്ന പീലികൾ വിടർത്തിയ അനേകം മയിലുകൾ ഉണ്ടായിരുന്നു. ചില മയിലുകൾ പറമ്പിൽ ചുറ്റി നടക്കുന്നത് കണ്ടു. അവ പുൽത്തകിടികളിൽ നിന്നും എന്തോ കൊത്തി തിന്നുന്നത് കണ്ടു. എന്താണ് തിന്നുന്നത് എന്ന് കാണാൻ കഴിഞ്ഞില്ല. ഒരു മയിൽ വിശറിപ്പോലെ പീലികൾ വിടർത്തി നൃത്തം ചെയ്യുകയായിരുന്നു. വീട്ടിനുള്ളിൽ നിന്നും ശ്രീനിവാസന്റെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒത്ത ശരീരമുള്ള, കാണാൻ സുന്ദരനും സുമുഖനുമായിരുന്ന അദ്ദേഹം നഗ്നമായ മാറിടത്തിൽ പൂണുനൂൽ ധരിച്ചിരുന്നു. ഉടുത്തിരുന്നത് ക്രീം നിറത്തിലുള്ള പട്ടുധോത്തിയായിരുന്നു. നീണ്ട കറുത്ത തലമുടി ചുരുട്ടി കെട്ടിവെച്ചിരുന്നത് കഴുത്തിൻ്റെ പിന്നിലേക്ക് വീണു കിടന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ ആകൃതിയാണ്. കഴുകൻ്റെ ചുണ്ടിൻ്റെ ആകൃതിയാണ് അദ്ദേഹത്തിൻ്റെ നീണ്ട വളഞ്ഞ മൂക്കിന്. ജൂലിയസ് സീസറിൻ്റെ മൂക്ക് പോലെയായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ നോട്ടം ഒരു സ്വേച്ഛാധിപതിയുടേതുപോലെയായിരുന്നു. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ പേടിച്ചാണ് അവിടെ നിന്നത്. എൻ്റെ സുഹൃത്തായ ശ്രീനിവാസൻ തുളു ഭാഷയിൽ എന്തോ പറഞ്ഞു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വാക്ക് എൻ്റെ പേര് മാത്രമാണ്. ദാക്ഷിണ്യമില്ലാത്ത മുഖഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം ചോദിച്ചു, മുസ്ലിമാണോ? അതെ. ആട്ടെ, നിനക്ക് മയിലുകൾ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. സുബ്രഹ്മണ്യ ഭഗവാൻ മയിലിനെ യാത്രയ്ക്കുള്ള വാഹനമായി ഉപയോഗിക്കുന്നു. മയിൽ വാഹനത്തിലിരുന്ന് അതിവേഗം സഞ്ചരിക്കുന്നു. അങ്ങ് അത് കണ്ടിട്ടുണ്ടോ? അദ്ദേഹം ആദ്യം ഒന്ന് പരുങ്ങി. എന്നിട്ട് പറഞ്ഞു, എല്ലാവർക്കും അത് കാണാൻ പറ്റുകയില്ല. പവിത്ര ജീവിതം നയിക്കുന്നവർക്കേ കാണാൻ കഴിയുകയുള്ളൂ. നാം അമ്പലത്തിൽ ഭഗവാന്റെ ബിംബം വെച്ച് ആരാധിക്കുന്നു. എനിക്ക് കാണാൻ കഴിയുമോ?
അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഗൗരവമാർന്നു. അദ്ദേഹം വിസമ്മതിക്കുമെന്നാണ് ഞാൻ കരുതിയത്. 1 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം നെടുവീർപ്പിട്ടു. എന്നിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഏതായാലും ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്, എൻ്റെ കൂടെ വരൂ. പക്ഷേ കുട്ടി ശ്രീകോവിലിന് പുറത്ത് നിൽക്കണം. അവിടെ നിന്നുകൊണ്ട് ബിംബം കാണാം. ഞാനല്ലാതെ മറ്റാർക്കും ശ്രീകോവിലേക്ക് കടക്കാൻ പാടില്ല. ശ്രീനിവാസൻ വീട്ടിനുള്ളിലേക്ക് പോയി. ഞാൻ പൂജാരിയോടൊപ്പം നടന്ന് എന്നെ പുറത്തു നിർത്തിയിട്ട് അദ്ദേഹം ശ്രീകോവിലിൽ പ്രവേശിച്ചു. ഒരല്പം കഴിഞ്ഞ് വലിയ വാതിൽ തുറന്നു. ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ എനിക്ക് ദേവന്റെ ബിംബം കാണാൻ കഴിഞ്ഞു. 2 വശത്തും ചെറിയ 2 ബിംബങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ശ്രീകോവിലിലെ മങ്ങിയ വെളിച്ചത്തിൽ മയിൽ വാഹനനായ സുബ്രഹ്മണ്യന്റെ യുവത്വം തുടുമ്പുന്ന തുടുത്ത മുഖം ഞാൻ കണ്ടു. ഒരു കൈയിൽ ശൂലമുണ്ടായിരുന്നു. മറ്റേ കൈ ആശീർവദിക്കാനായി ഉയർത്തിപ്പിടിച്ചിരുന്നു. ഇടതും വലതും ഭാഗത്ത് സുന്ദരികളായ 2 യുവതികളുടെ പ്രതിമകളും ഉണ്ടായിരുന്നു. ക്ലീൻ ഷേവ് ചെയ്ത സന്തോഷം കളിയാടുന്ന സുബ്രഹ്മണ്യന്റെ മോഹനരൂപം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ മനസ്സിൽ മുഖം കനിപ്പിച്ച് താടി നീട്ടി വളർത്തിയ ചെറിയ കാര്യത്തിനു പോലും കോപം കൊണ്ട് ജ്വലിക്കുന്ന സങ്കല്പത്തിലുള്ള മറ്റൊരു ഈശ്വരൂപത്തോട് തുലനം ചെയ്തു. എന്തായുധമാണ് ദേവന്റെ കയ്യിലിരിക്കുന്നത്? അത് വേലാണ്, ഒരു തരത്തിലുള്ള ശൂലം. അത് മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അദ്ദേഹം തൻ്റെ ജിജ്ഞാസയെ ശമിപ്പിച്ചു. ഇരുഭാഗത്തും ഇരിക്കുന്ന സ്ത്രീകൾ ആരാണ്? അവർ ഭാര്യമാരാണ്. പുരോഹിതൻ കണ്ണു ചിമ്മിക്കൊണ്ട് തുടർന്നു. മുസ്ലിങ്ങളെപ്പോലെ ഞങ്ങളുടെ ദേവന്മാർക്കും അനേകം ഭാര്യമാരുണ്ട്. അവസാനം പറഞ്ഞത് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മുസ്ലിങ്ങൾക്ക് 1-ൽ കൂടുതൽ വിവാഹം കഴിക്കാൻ എന്ന കാര്യം എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം എൻ്റെ കയ്യിലേക്ക് ഒരു വാഴപ്പഴം എറിഞ്ഞു തന്നു. കയ്യിൽ കുറച്ച് ഭസ്മവും ഇട്ടു തന്നു. വാഴപ്പഴം തിന്നാനുള്ളതാണ്. ഭസ്മം ഞാൻ എന്തു ചെയ്യും എന്ന് വിചാരിച്ചിരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭസ്മം കഴിച്ചുകൊള്ളൂ. ഭസ്മം മുസ്ലിങ്ങൾ നെറ്റിയിൽ തൊടുകയില്ല. ഞാൻ ഒരു നുള്ളു ഭസ്മം കഴിച്ചു. അവിടെ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഒരു സ്റ്റീൽ ടംബ്ലറിൽ കാപ്പിയുമായി കാത്തു നിൽക്കുന്ന ശ്രീനിവാസനെ കണ്ടു. എൻ്റെ അമ്മ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് അയാൾ പറഞ്ഞു. ഞാൻ കുളത്തിൻ്റെ കരയിൽ നിന്നുകൊണ്ട് കാപ്പി കുടിച്ചു. ടംബ്ലർ തിരികെ കൊടുത്തിട്ട് വീട്ടിലേക്ക് മടങ്ങി. അവിടെ നിന്നും അത്ര ദൂരെയല്ലായിരുന്നു എൻ്റെ മറ്റൊരു സുഹൃത്തായ ശാന്തികുമാർ താമസിച്ചിരുന്നത്. ഇന്നും ശാന്തികുമാർ നല്ല സുഹൃത്താണ്. ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് അയാൾ കാണുകയുണ്ടായി. അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു, നീ അമ്പലത്തിനുള്ളിൽ കയറിയോ? ഞാൻ അയാളോട് പറഞ്ഞു, ശ്രീനിവാസൻ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ദേവനെ കാണുകയും ചെയ്തു. അന്ന് വൈകുന്നേരം അമ്മ തന്ന ചുടുദോശയും രുചിയുള്ള സാമ്പാറും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, മുസ്ലിങ്ങൾക്ക് 1-ലധികം ഭാര്യമാരുണ്ടോ? അമ്മ പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് അതിനുള്ള അനുവാദമുണ്ട്. എന്നിട്ട് അവർ അഭിമാനത്തോടെ പറഞ്ഞു, പക്ഷേ നമ്മുടെ കുടുംബത്തിൽ 3 തലമുറകളായിട്ട് ആർക്കും തന്നെ 1-ലധികം ഭാര്യമാരില്ല. ഞാൻ ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത്ഭുതത്തോടെ ചിന്തിച്ചു, അപ്പോൾ ഒരാൾക്ക് 2 അമ്മമാർ ഉണ്ടെങ്കിൽ ആകെ കുഴപ്പമാകുമല്ലോ. ഇതോടെ 6ാമത് എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത വാരം കാണാം. ഹരി ഓം.